പിന്നെ അതേപോലെ തന്നെ ചെറിയ പെട്ടെന്ന് ആളുകൾ ക്യാപ്ചർ ചെയ്യാത്ത കുറേ സമുദായങ്ങളുണ്ട്. എഴുത്തച്ഛൻ സമാജം തൃശ്ശൂർ മണ്ഡലത്തിൽ 60,000-ന് മുകളിൽ വോട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. എഴുത്തച്ഛൻ സമാജത്തിൻ്റെ 2 പ്രമുഖരായിട്ടുള്ള നേതാക്കളുമായി സംസാരിക്കാനായിട്ടുണ്ട് ആ ടൈമിൽ തന്നെ, ക്യാമ്പയിൻ്റെ ഇടയിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ 60% വോട്ട് നേരത്തെ ഇടതുപക്ഷത്തിൻ്റേതായിരുന്നു, ഇപ്പോൾ ഒരു 70% വോട്ട് BJP-യുടേതാണ് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നീടുള്ള 30%-മാണ് 2 മുന്നണിക്കും വീതിച്ച് പോകുന്ന വോട്ടുകൾ. അതിൻ്റെ പിന്നെ കമ്മ്യൂണിറ്റി നേതാക്കളാരും BJP-ക്കാരൊന്നുമല്ല, അവർക്ക് BJP-യുടെ ആശയത്തോട് താല്പര്യമില്ല. അങ്ങനെ അത്ര ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികൾ നമ്മൾ പരിശോധിച്ചു. ഇത് ഓരോ സ്ഥലത്തും ആ ഓരോ കമ്മ്യൂണിറ്റിയെ പിടിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വെച്ചിട്ട് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് OBC പിന്നാക്ക കമ്മ്യൂണിറ്റികളെ വളരെ കൃത്യമായി. അപ്പോൾ അതിൽ ഒരു പ്രശ്നം, ഈ OBC റെപ്രസെൻറ്റേഷൻ, ഈഴവരല്ലാത്ത OBC-കൾ ഇപ്പോൾ കേരള മന്ത്രിസഭയിൽ ഒരാളുണ്ട്, നമുക്ക് തോന്നുന്നു, അങ്ങനെ കണ്ണൂരിലത്തെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണുള്ളത്. അത് CPM-കാരനല്ല. രണ്ടും അതല്ല, ഈഴവ റെപ്രസെൻറ്റേഷനും CPM-ൽ നിന്നല്ല കൂടുതലുള്ളത്. ശശീന്ദ്രനും മറ്റ് കൃഷ്ണൻകുട്ടിയും കൂടി ഉള്ളതുകൊണ്ടാണ് ഈഴവ റെപ്രസെൻറ്റേഷൻ 4 ഇല്ലെങ്കിൽ CPM-ൽ നിന്ന് പിണറായി വിജയൻ അല്ലാതെ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളിൽ നിന്ന് മന്ത്രിസഭ പോലുള്ള സ്ഥാനങ്ങളിൽ അതിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുന്നില്ല. അത് കോൺഗ്രസ്സിലും ആ പ്രശ്നമുണ്ട്. കോൺഗ്രസ്സിലും പിന്നെ ഇതേ പ്രശ്നമുണ്ട്, ഈഴവ നേതാക്കൾ കോൺഗ്രസ്സിലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് വളരെ സൗകര്യപൂർവ്വം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഈ പിന്നെ സാദിഖ് നേരത്തെ മറ്റേ വിശകലനത്തിൽ പറഞ്ഞു, കേരളത്തിന് മുന്നാക്ക സമൂഹങ്ങളിൽ, മുന്നാക്ക ഹിന്ദുക്കളിൽ 45% വോട്ട് BJP-ക്ക് പോയെന്ന്. പക്ഷെ മുന്നാക്ക ഹിന്ദുക്കളുടെ റെപ്രസെൻറ്റേഷൻ ഈ പാർട്ടികളുടേത് പരിശോധിച്ചാൽ മുന്നാക്ക സമൂഹങ്ങൾ മൊത്തം ഇടതുപക്ഷത്തിനോ മൊത്തം കോൺഗ്രസ്സിനോ ആണെന്ന് വിചാരിച്ചു പോകും. അതും മാതിരിയാണ് റെപ്രസെൻറ്റേഷൻ ഉള്ളത്. പക്ഷെ തങ്ങളെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് പിന്നെ ഈ OBC-കളുടെ ഇടയിൽ അത് വർക്കൗട്ട് ചെയ്യിക്കാൻ എളുപ്പമാണ്. കാരണം അവരോട് പിന്നെ നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവരാണ്. ഇതെല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ ലോജിക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫാക്ച്വലായിട്ടോ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവർ നോക്കുമ്പോൾ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് പ്രവാസമടക്കം ഉള്ള കാര്യങ്ങളാൽ മുസ്ലിങ്ങൾക്ക് കുറച്ച് പിന്നെ മുസ്ലിം സ്ഥാപനങ്ങൾ ഉയരുന്നുണ്ട്, മുസ്ലിം വ്യവസായികളുണ്ട്. അപ്പോൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ OBC-യെക്കുറിച്ച് അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം സർക്കാരിൻ്റെ പിന്നെ സഹായമാണ് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ വേഗം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതിനെ ഈ പിന്നെ ഒരു സാമൂഹ്യ അവസ്ഥയെ മറികടക്കാൻ ഇവിടുത്തെ മുന്നണികൾ ഒരു കുന്തവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ സൗകര്യപൂർവ്വം ഇതിനെയൊക്കെ പിന്നെ എൻഡോസ് ചെയ്യുന്ന, പിന്തുണയ്ക്കണ കാഴ്ചയാണ് കാണുന്നത്. പല സന്ദർഭങ്ങളിലും പരസ്യമായിട്ട് പറയില്ലെങ്കിലും അതിനെ പിന്തുണയ്ക്കും. ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ പിന്നെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലൊരു മുഖ്യ പ്രതിപക്ഷമായി BJP വരാനുള്ള സാധ്യതയെ ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ്. മറ്റൊരു സാമൂഹ്യ എഞ്ചിനീയറിംഗ് നടന്നില്ലെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കാത്തോലിക്ക കോൺഗ്രസ് നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത്, കേരളത്തിൽ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രീണനത്തിന്, ആദ്യം മുസ്ലിം പ്രീണനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കാത്തോലിക്ക കോൺഗ്രസ്സാണ്, വെള്ളാപ്പള്ളി അല്ല. പിന്നെ എൻ്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞങ്ങൾ അത് സൂചിപ്പിച്ചാണ്, ഞങ്ങൾക്ക് വേറെ ഓപ്ഷനുകളുണ്ട് എന്നതിൻ്റെ സൂചനയാണ് തൃശ്ശൂർ എന്നതാണ് അവർ പറഞ്ഞത്. ഇനി തൃശ്ശൂർ ഞാൻ പറയാം, തൃശ്ശൂർ ക്രിസ്ത്യാനികളുടെ വോട്ട് ഒരുപാട് BJP-ക്ക് കിട്ടിയിട്ടൊന്നുമില്ല, കിട്ടാതെ പോയിട്ടൊന്നുമില്ല. തൃശ്ശൂർ സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്താൽ എല്ലാ കമ്മ്യൂണിറ്റികളുടെയും വോട്ട് BJP കിട്ടിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഒട്ടും ഒരു ചെറിയ അളവിൽ BJP കിട്ടിയിട്ടുണ്ട്. അത് വളരെ കുറഞ്ഞ അളവാണെന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങനത്തെ ഒരു കാറ്റഗറി ആളുകളാണ് എന്ന് വിചാരിക്കാം. പക്ഷെ അത് പിന്നെ തൃശ്ശൂരത്തെ വിജയം മാത്രമല്ല, തൃശ്ശൂരത്തെ വിജയമല്ല നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ പാഠം ആറ്റിങ്ങലത്തെ വോട്ടാണ് എന്നതാണ് എനിക്ക് ഒന്നാമത് സൂചിപ്പിക്കേണ്ടത്. തൃശ്ശൂർ വേറെയും ഘടകങ്ങളുണ്ട്, പക്ഷെ വിജയിച്ചു എന്നതാണ് തൃശ്ശൂരത്തെ ഒരു കാര്യം. പക്ഷെ അതേസമയം ആറ്റിങ്ങലിലെ വോട്ട്, ആലപ്പുഴയിലെ വോട്ടുമാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടുന്ന ഒന്ന്.
അവിടെയാണ് ഈ എൻജിനീയറിങ് ശരിക്ക് വർക്ക് ചെയ്തത്. തൃശ്ശൂർ മറ്റ് ചില സുരേഷ് ഗോപിക്കുണ്ടാക്കിയിട്ടുള്ള ചില ഇമേജ്, ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ കൂടി തൃശ്ശൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. തൃശ്ശൂർ വിജയിക്കാൻ പറ്റിയത്. ഒരു വിന്നിങ് പോസിബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് എന്ന നിലയിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അതില്ലാത്ത സ്ഥലത്താണ് വിജയിച്ച സ്ഥാനാർത്ഥികളോട് അടുത്ത വോട്ടുകൾ കിട്ടിയത്. ആറ്റിങ്ങലിലെ വിജയിച്ച സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും തമ്മിൽ വോട്ട് വ്യത്യാസം 16,000 വോട്ട് മാത്രമാണ്. അത് വളരെ ക്ലോസ്ഡാണ്. അത്രയും വോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലത്തൂരിൽ ഭൂരിപക്ഷം 20,000 വോട്ടേ ഉള്ളൂ. ആലത്തൂരിലെ ഭൂരിപക്ഷം 20,000 വോട്ടാണ്. അതിനേക്കാൾ ആലത്തൂരിലെ ഭൂരിപക്ഷത്തെക്കാൾ കുറവാണ് ആറ്റിങ്ങലിലെ വിജയിച്ച സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയുള്ള വ്യത്യാസം. രണ്ടാം സ്ഥാനാർത്ഥിയും വിജയിച്ച സ്ഥാനാർത്ഥിയും തമ്മിൽ 800 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ചേർന്നാണ്. അപ്പോൾ ഈ ആറ്റിങ്ങലും ആലപ്പുഴയും, എനിക്കൊന്ന് ആറ്റിങ്ങലത്തെ, ഞാൻ സുദേശ് സാറിനോട് ഇലക്ഷന് മുമ്പ് തന്നെ ആറ്റിങ്ങലത്തെ വിഷയം ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ആറ്റിങ്ങൽ സംഭവിച്ചൊരു കാര്യം ഇതാണ്. ഈ ആറ്റിങ്ങൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കില്ല. ആറ്റിങ്ങലുള്ളത് മുസ്ലിങ്ങൾ നല്ലോണം ഉള്ളൊരു മണ്ഡലമാണ്. ഹിന്ദുക്കളിൽ ഈഴവരാണ് കൂടുതൽ. ഹിന്ദു സമൂഹത്തിൽ ഈഴവർ പട്ടികജാതിക്കാരും. അതിൽ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 1-ാം സ്ഥാനം BJPക്കാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 1-ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം. ചിറയൻകീഴ് മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലുള്ളത്. ചിറയൻകീഴ് മണ്ഡലത്തിലും സമാനമായി BJP പിന്നെ 2-ാം സ്ഥാനത്തും ഉണ്ടായിരുന്നു അവിടെ ചിറയൻകീഴ് മണ്ഡലത്തിൽ. പിന്നെ അതുപോലെ കാട്ടാക്കടയിൽ പട്ടികജാതിക്കാരും നാടാർ സമൂഹമുണ്ട്. നാടാർ ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ BJP ആണ് 1-ാം സ്ഥാനത്ത്. കാട്ടാക്കട മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ മണ്ഡലത്തിലും കാട്ടാക്കട മണ്ഡലത്തിലും BJP ആണ് 1-ാം സ്ഥാനത്ത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മേഖലയിലാണ് ഇതിന് വളരെ കൃത്യമായി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് തിരുവനന്തപുരം തെളിയിച്ചിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം നേരത്തെ തന്നെ കമ്മ്യൂണിറ്റികൾ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് നടത്താൻ എളുപ്പമായിരുന്നു തിരുവനന്തപുരത്ത്. കാരണം തിരുവനന്തപുരത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരിക്കുന്നതെന്ന് അറിയാമായിരുന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് കമ്മ്യൂണിറ്റികൾ ബേസ്, അതിൽ തന്നെ ലത്തീൻ സഭ വളരെ കൃത്യമായി അവർ വളരെ ഷാർപ്പായി വളരെ പൊളിറ്റിക്കലായി സ്റ്റാൻഡ് എടുത്തു എന്നുള്ളതാണ്. എന്നാൽ പല കാരണങ്ങളാൽ ശശി തരൂരിനോട് എതിർക്കേണ്ടുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇവരോട് നടത്തിയിട്ടുള്ള അവഗണനയും ഇവർക്കെതിരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ശശി തരൂരിന് ഒരിക്കലും ലത്തീൻ കത്തോലിക്ക സഭ വോട്ട് ചെയ്തുകൂടാത്തതാണ്. പക്ഷേ ലത്തീൻ കത്തോലിക്ക ചർച്ച് വളരെ ആക്റ്റീവായി, കാരണം അവരുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ലത്തീൻ ഈ ഗ്രൂപ്പുകളിൽ മൊത്തം ഒരു കടന്നു കയറിയാൽ എന്താണ് അതിൻ്റെ പേരെന്താ, കാസ കടന്നു കയറിയിട്ട് നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള വാക്കുണ്ട്. ദിവസവും ഉണ്ടാകുന്ന വിഷപ്രയോഗങ്ങളുണ്ട്. ഇത് ഡെയിലി വായിച്ചാണ് ആളുകൾ ഉറക്കെഴുന്നേൽക്കുന്നത്. ഇങ്ങനെ അത് അത്രയും എണ്ണം വായിച്ചു കഴിഞ്ഞാൽ ആരും വിശ്വസിച്ച് പോകുന്ന തരത്തിലുള്ള വിഷപ്രയോഗങ്ങൾ. അതിനെ മറികടന്നിട്ടാണ് അവിടുത്തെ ചർച്ച് തന്നെ നേരിട്ട് ഇറങ്ങി ബിഷപ്പ് തന്നെ നേരിട്ട് വോട്ടിനെ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെ നാടാർ സമൂഹം, അതിന് രണ്ടാമത് അംഗീകരിക്കേണ്ടത് നാടാർ സമൂഹത്തെയാണ്. തിരുവനന്തപുരത്ത് ഉള്ള നാടാർ കമ്മ്യൂണിറ്റി വളരെ, നാടാർ സമൂഹത്തിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ 3 സ്ഥാനാർത്ഥികളെ BJP സ്പോൺസർ ചെയ്ത് നിർത്തിയിരുന്നു. പക്ഷെ എന്നിട്ടും അവർ വളരെ പ്രത്യേകിച്ച് നാടാർ ക്രൈസ്തവരും ആണ്. ഹിന്ദു നാടാർമാർ കൂടുതലും BJPക്കാണ് വോട്ട് ചെയ്തത്. പക്ഷേ അവരിൽ നിന്ന് വോട്ട് ഇപ്പോഴത്തേക്ക് മാറിയുണ്ട്. പാറശാല, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിലേക്ക് വോട്ട് നോക്കിയാൽ ആ വ്യത്യാസം നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് തിരുവനന്തപുരത്ത് നടന്നുകൊണ്ട് മാത്രമാണ്. അതേസമയം മുന്നാക്ക ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള നഗരമണ്ഡലങ്ങളിൽ, നിയമമണ്ഡലത്തിലൊക്കെ 27,000 വോട്ടാണ് കൂടുതൽ ഇയാൾ കിട്ടിയത്, രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയത്. അപ്പോൾ ഇതിലെ ഒരു പ്രശ്നമുള്ളത്, ഈ ഒരു വർക്ക് അവിടെ ഇത് എല്ലാ തവണയും ഈ വർക്കും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അടുത്ത തവണ ഇതേ ശശി തരൂരിനെ തന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ നമ്മളെ അടിക്കാൻ വരും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ
പിന്നെ തിരുവനന്തപുരത്ത് എൻ്റെ ഈ ഈ ഈ സോഷ്യൽ നടത്തിയിട്ടുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഈ പിന്നെ കമ്മ്യൂണിറ്റികൾ നടത്തിയിട്ടുള്ള സംയുക്തമായി മുസ്ലിങ്ങൾ, ലത്തീൻസ്, ക്രൈസ്തവർ, നാടാർ കമ്മ്യൂണിറ്റി, 3 പിന്നാക്ക കമ്മ്യൂണിറ്റികൾ, ദളിതരുടെ ഒരു ചെറിയ സെക്ടറിനെയും കിട്ടിയിട്ടുണ്ട്. കാരണം ദളിത് സമുദായ സംഘടനകളെ പിന്നെ കാര്യമായി ആ ഒരു കാര്യത്തിൽ കിട്ടില്ല. ആ സമയം ദളിത് സംഘടനകളുടെയും ദളിത് സെക്ടറിൻ്റെയും ഒരു സഹായം ഉണ്ടായിരുന്നു എന്നത് പിന്നെ ശരിയാണ്. അതിൽ ദളിത് സെക്ടറിനെയും കൂടി ചേർത്തുകൊണ്ട് ഒരു നല്ലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ തിരുവനന്തപുരം പോകും. സമാനമായി ആറ്റിങ്ങിലും, അതല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സിൽ അത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കുക ത്രിപുരയായിരിക്കും, ബംഗാളല്ല. ബംഗാളിൽ മറ്റൊരു ആൾട്ടർനേറ്റീവ് എമർജ് ചെയ്യുകയാണ് ചെയ്തത്. ഇടതുപക്ഷം തകർന്നപ്പോൾ വേറൊരു ആൾട്ടർനേറ്റീവ് എമർജ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റേതായ ദോഷങ്ങളൊക്കെ ഉണ്ട്, ഗുണങ്ങളും ഉണ്ടാവും. പക്ഷേ അതേസമയം BJP അല്ല. BJPക്ക് ഇപ്പോഴും അവിടെ എൻട്രി കിട്ടി എന്നത് വേറൊരു കാര്യമാണ്. പക്ഷേ ത്രിപുര അങ്ങനെയല്ല. ത്രിപുര ഇത്തവണത്തെ റിസൾട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. ത്രിപുര 2 മണ്ഡലത്തിൽ, ഒരു മണ്ഡലത്തിൽ 6 ലക്ഷം വോട്ടിനും വേറൊരു മണ്ഡലത്തിൽ 4 ലക്ഷം വോട്ടിനാണ് പിന്നെ CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. അപ്പോൾ ഇങ്ങനെ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ത്രിപുരയിൽ അങ്ങോട്ട് നോക്കേണ്ട, 2 നോമിനേഷൻ കൊടുത്തിട്ട് CPM വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു. 2 മണ്ഡലവും കയ്യിൽ കിട്ടുന്ന മണ്ഡലങ്ങളായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പോയൊരവസ്ഥയിലേക്ക് പിന്നെ കേരളത്തിൽ അധികം വൈകാതെ എത്തും. കാരണം കേരളത്തിൽ ഇത്രയും കാലം ഒരു പ്രശ്നമുള്ളത്, BJPക്ക് വോട്ട് ചെയ്യാൻ ഒരു മടിയും കൂടി ആളുകളുണ്ടായിരുന്നു. ആ മടി ഇനിയില്ല. കാരണം വിന്നിങ് പോസിബിലിറ്റിയിലേക്ക് ആൾ വന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഒരു പ്രശ്നം. അത് മാറ്റിയില്ലെങ്കിൽ കേരളം അപകടമായിരിക്കും. കേരളത്തിൽ ചെയ്യാൻ പറ്റുമെന്നാണ് തിരുവനന്തപുരം നമ്മളെ തെളിയിക്കുന്നത്. ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ചെയ്യാൻ പറ്റണം. തിരുവനന്തപുരം പോലെ BJPക്ക് സംഘടനാ ശക്തിയുള്ള ഏറ്റവും ഒരു സവർണ കേന്ദ്രീകൃത സമൂഹം ജീവിക്കുന്ന, ഇപ്പോഴും മഹാരാജാവിനെ എൻ്റെ നാടാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് പോലും നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അത് തൃശ്ശൂർ അങ്ങനൊരു കമ്പൈൻഡ് വർക്ക് നടന്നില്ല, അതിനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം കിട്ടിയിട്ടില്ല എന്നതാണ് ഒരു പ്രശ്നം. കേരളത്തെക്കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഇങ്ങനൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ആവശ്യമാണ്. രണ്ടാമത്, മുസ്ലിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ അംഗീകരിക്കുക എന്നതിനകത്ത് നേരത്തെ ബാബുരാജ് സാറ് പറഞ്ഞതിനോടാണ് ഞാൻ അതിനകത്ത് ചോദിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റുകളെ അതിനെയൊന്നും അംഗീകരിക്കാൻ സന്നദ്ധമാകാതെ അതൊക്കെ ഏതോ ബാർബേറിയന്മാരാണ് എന്നതാണ്. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പത്രസ്ഥാപനങ്ങൾ, ഇതെല്ലാം വേറെ ഏതോ ഒന്നാണ്, പ്രാകൃതമായ എന്തോ ഒന്നാണ് എന്ന തരത്തിലേക്കുള്ള ഒരു രീതിയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തു നിന്നാണത് ഉണ്ടാകുന്നത്. അതാണ് കേരളത്തിലൊരു പൊതു നരേഷനായി വരുന്നത്. BJPയിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ കേരളത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ആദ്യം CPM ആണ് പറഞ്ഞിട്ടുള്ളത് എന്നതാണ് എൻ്റെ ഒരു ശരിയായ ഒരു കാര്യം. ഒരു മാറ്റം ഉണ്ടാവുക എന്നതാണ് കേരളത്തെക്കുറിച്ച് പറയാനുള്ളത്.